ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രാധികയെ കണിമംഗലത്ത് നിന്ന് പുറത്താക്കാൻ പ്രിയങ്കയ്ക്കും പത്മിനിക്കും കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയങ്ക ആറ്റുവാശ്ശേരിയിലേക്ക് തിരികെ പോകുന്നതാണ് കാണിക്കുന്നത്. രാധിക പോയ വിഷമത്തിലിരിക്കുന്ന വരുണിനെ എന്നാൽ തേടിയെത്തിയത് മറ്റൊരു സന്തോഷ വാർത്തയായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ഹാളിലിരിക്കുമ്പോഴാണ് ആ വാർത്ത പരക്കുന്നത്. ടി വിയിൽ രാധികയുടെ പാട്ട് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ രാധികയുടെ പാട്ട് ജനലക്ഷങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ ടെലിവിഷൻ വാർത്തയിൽ രാധികയുടെ ഗാനം തരംഗമായി മാറുന്നതിനെക്കുറിച്ചുള്ള വാർത്തയും രാധികയുടെ ചിത്രവുമടക്കം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കണിമംഗലത്തുള്ള എല്ലാവരും. തുടർന്ന് മുത്തശ്ശി പറയുകയാണ്, ഒരു ഗുണവുമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറക്കി വിട്ടില്ലേ ഒരുത്തി, അവളെയാണ് ഇപ്പോൾ കേരളക്കരയൊട്ടാകെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇനിയെങ്കിലും ആ കുട്ടിയുടെ നന്മ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുത്തശ്ശി എഴുന്നേറ്റ് പോവുകയാണ്. അതേസമയം രാധികയുടെ വിജയം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന പ്രിയങ്കയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും വരുണിനെയുമാണ്. നിന്റെ പെണ്ണല്ലേടാ അവള്, അവള് ആകാശത്തോളം ഉയരത്തിലെത്തട്ടെ എന്ന് മുത്തശ്ശി വരുണിനെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് വരുൺ. അതേസമയം തന്റെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഇതുവരെ തീരുന്നില്ലല്ലോ കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണന് തന്റെ കൈകൊണ്ട് മാലയിടുന്ന രാധികയാണ് കാണിക്കുന്നത്. രാധിക നിറകണ്ണുകളോടെ തന്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ രാധികയെ കണ്ട് സന്തോഷത്തോടെ അകത്തേക്ക് കയറി വരികയാണ് ദേവനാരായണനും യശോദയും. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.